നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള നിയമവാദത്തിനിടെയാണ് സുപ്രീം കോടതി ഏപ്രിൽ 8 നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. അതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജി സമർപ്പിക്കാനൊരുങ്ങുകയാണ്. ഇന്ന് സൺഡേ ഡിബേറ്റിൽ ഈ വിഷയത്തിന്മേലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഭരണഘടനയുടെ കാവലാളാകുന്നത് ആര്? ഗവർണർ നടത്തുന്ന നിർണായക ഇടപെടലുകൾ അനിവാര്യമല്ലേ? നമ്മളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി റോണി കെ ബേബി, ഒപ്പം BJPയുടെ പ്രതിനിധിയായി VP ശ്രീപത്മനാഭൻ എന്നിവർ ചേരുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. VP ശ്രീപത്മനാഭൻ, നിർണായകമായ വിധിയിന്മേലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജി നൽകാനും ഒരുങ്ങുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഗവർണർ എന്തുകൊണ്ടാണ് നിയമസഭ പാസാക്കുന്ന എല്ലാ ബില്ലുകൾക്കും അംഗീകാരം നൽകാത്തത് എന്നുള്ളത്. ചില ബില്ലുകൾക്ക് അനുമതി നൽകാതെ മാറ്റിവെക്കുകയും അതിന്മേൽ വിശദീകരണം തേടുകയും ചെയ്യുന്നത് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു ഒഴിയുന്ന സംസ്ഥാന സർക്കാരുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേരളം, തമിഴ്നാട്ടിലൊക്കെ അടക്കം. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി ഗവർണറുടെ ഇടപെടലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്നുണ്ടോ? ഗവർണറുടെ ഇടപെടലുകൾ നിർണായകമാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുകയല്ലേ? അല്ല, ഇവിടുത്തെ ഒരു വിഷയം എന്താ അറിയോ, ഇത് ആർട്ടിക്കിൾ 200 മായി ബന്ധപ്പെട്ട ഒരു വിധിയാണിത്. ആർട്ടിക്കിൾ 200 സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ബില്ല് പാസ്സാക്കി ഗവർണറുടെ അനുമതിക്കായിട്ട് അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അദ്ദേഹത്തിന് ആ ബില്ലിൽ ഒപ്പിടാം. 2, അദ്ദേഹത്തിന് ബില്ല് തിരിച്ചയക്കാം. 3, അദ്ദേഹത്തിന് ആ ബില്ല് പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് അയക്കാം. ഇങ്ങനെ 3 സംഗതികൾ ചെയ്യാം. അങ്ങനെ അദ്ദേഹം തിരിച്ചയച്ചാൽ ആ ബില്ല് നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് മുമ്പിലുള്ള മാർഗം ഒപ്പിടുക എന്നുള്ളതാണ്. അപ്പോ ഇത് സുപ്രീം കോടതി പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നത് എവിടെയാന്ന് വെച്ചാൽ, സുപ്രീം കോടതി പറഞ്ഞു, ഒരു ബില്ല് ഗവർണറുടെ സമക്ഷത്തിലേക്ക് ആദ്യമായിട്ട് പാസാക്കി അയച്ചാൽ അത് ഒപ്പിടാനോ തിരിച്ചയക്കാനോ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായിട്ട് അയക്കാനോ 3 മാസത്തെ സമയമാണ് എടുക്കാവൂ എന്ന്. രണ്ടാമത്, ഒരു ബില്ല് വീണ്ടും പാസാക്കി അയച്ചാൽ, അതായത് ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ച് തിരിച്ചയച്ച് അത് വീണ്ടും പരിഗണിച്ച് നിയമസഭ പാസാക്കി അയച്ചാൽ 1 മാസത്തിനുള്ളിൽ ഒപ്പിടണമെന്ന്. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഈ സമയപരിധി നിശ്ചയിച്ചതിലാണ് പ്രശ്നം. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കാണ് ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികൾ സുചിന്തിതമായ രീതിയിൽ എന്താ പറയാ, കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് എഴുതിയതാണ്. അവിടെ അവർ മനഃപൂർവ്വം തന്നെ ഒരു കാലാവധി നിശ്ചയിക്കാതെ വെച്ചതാണ്. നമ്മുടെ ഭരണഘടനാ ശില്പികളോട് വിട്ടുപോയതാണ്, മറന്നുപോയതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലെജിസ്ലേച്ചർ ഡസ് നോട്ട് യൂസ് വേർഡ്സ് അൺനെസസറിലി ആൻഡ് ലെജിസ്ലേച്ചർ ഡസ് നോട്ട് that is also because they have purposefully done it. അതായത് നിയമനിർമ്മാണ സഭകൾ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ടും അല്ല, വാചകങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് അവരുടെ വിട്ടുപോയതല്ല, മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്നതായിട്ടാണ് കോടതികൾ കണക്കാക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്ക് ആർട്ടിക്കിൾ 200 പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് കാലാവധി നിശ്ചയിച്ചില്ല? കാലാവധി നിശ്ചയിക്കേണ്ട എന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ചത് കൊണ്ടാണ് കാലാവധി നിശ്ചയിക്കാതിരുന്നത്. അപ്പൊ പിന്നെ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വേണ്ടി വരും. അത് കാലഘട്ടം മാറുന്ന സമയത്ത് ക്ലാരിറ്റി വേണ്ടി വരും, അത് സ്വാഭാവികമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ 2 മാർഗമേ ഉള്ളൂ. ഒന്ന്, ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്
ഏത് കേസിൽ? മുത്തലാഖ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്, ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടാം. ഇവിടെ ഭരണഘടനയുടെ ഒരു ഭാഗത്തൊരു ലാക്വിനയുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്, കാലാവധി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, പല തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാലാവധി നിശ്ചയിക്കണമെന്നോ അല്ലെങ്കിൽ അത് നിശ്ചയിക്കുകയാണെങ്കിൽ അത് എത്രയായിരിക്കണമെന്നോ, രണ്ടും നിശ്ചയിക്കുകയാണെങ്കിൽ എത്രയായിരിക്കണമെന്നോ തീരുമാനിക്കാൻ ഭരണഘടനാ ബെഞ്ചിന് വിടണം. ഭരണഘടനാ ബെഞ്ചിന് മാത്രമേ ആ കാലാവധി നിശ്ചയിക്കാൻ, അവിടെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കണം. ഏതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം? നമ്മളെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചാപ്റ്റർ ഏതാണ്, ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ അന്തർലീനമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഒരു കാലാവധി നിശ്ചയിക്കാം. പക്ഷെ അത് ഭരണഘടനാ ബെഞ്ചിനാണ് അങ്ങനെ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും, ചെയ്യുകയാണെങ്കിൽ ആ കാലാവധി എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കാനും അധികാരം ഭരണഘടനാ ബെഞ്ചിനാണ്. അപ്പൊ ഇവിടെ സുപ്രീം കോടതിക്ക് പറ്റിയ വീഴ്ച, അവർ രണ്ടംഗ ബെഞ്ചാണ്, ഭരണഘടനാ ബെഞ്ചല്ല. അവർ അത് സ്വയം തീരുമാനിച്ചു. അവർ സ്വയം തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞത്, രണ്ടംഗ ബെഞ്ചിന്റെ വിധി എനിക്ക് ബാധകമല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ എനിക്ക് ബാധകമുള്ളൂ. അത് SR ബൊമ്മ കേസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ ഒരു തീരുമാനം, ഉത്തർപ്രദേശ് സർക്കാർ പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ മടക്കി. നിങ്ങൾ SR ബൊമ്മ കേസിലെ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് മടക്കി. അപ്പൊ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടേണ്ടിയിരുന്ന ഒരു കേസ് സ്വയം തീരുമാനിച്ചു രണ്ടംഗ ബെഞ്ച്. അതാണ് വീഴ്ച പറ്റിയത്. അതിൽ എനിക്ക് ബാധകമല്ല, ഗവർണർമാർക്ക് ബാധകമല്ല, ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഗവർണർ പറഞ്ഞതിൽ തെറ്റില്ല. ഇതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നെങ്കിൽ ഗവർണർ അങ്ങനെ പറയില്ലായിരുന്നു. അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതെ, ശ്രീ റോണി കെ ബേബി, രണ്ടംഗ ബെഞ്ചാണ് ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത്. നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും റിവ്യൂ ഹർജി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കൽപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു രണ്ടംഗ ബെഞ്ചിന് തീരുമാനിക്കാവുന്ന വിഷയമല്ല ഭരണഘടനാ സംബന്ധമായ കാര്യങ്ങൾ. രണ്ട് എന്ന് പറയുന്നത്, ഗവർണറുടെ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾ, അഴിമതി, ഭരണ ദുർവിനിയോഗം എന്നിവ പല ബില്ലുകൾ പാസ്സാക്കുന്നതിലും ഉണ്ടാകും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരുകൾക്ക്, അതായത് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര ഭരണത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ വലിയ വിജയമാണ് ഇതെന്നും ഗവർണർക്കിടുന്ന ശക്തമായ താക്കീതാണ് ഇതൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം കുപ്രചരണങ്ങൾ കൂടി നടക്കുന്നത്? സാധാരണഗതിയിൽ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത് ഏതെങ്കിലും ഭരണഘടനാ വിഷയത്തിൽ ഒരു അവ്യക്തത ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഒരു വിശദീകരണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായി അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നൊരു വിഷയത്തിലാണ് സാധാരണഗതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഫോർമേഷനിലേക്ക് കടക്കുന്നത്. പക്ഷെ ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമല്ല ഈ കേസിലുള്ളത്. വളരെ വ്യക്തമായി തന്നെ ഭരണഘടനയുടെ 9 ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വ ഭാഗമാണ്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ കോടതിയുടെ 2 ബെഞ്ചോ 3 ബെഞ്ചിനോ ആ കേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്റർവ്യൂൻ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഭരണഘടന ലംഘനം എവിടെയാണെന്നറിയോ? ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200-ൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിയമസഭ രണ്ടാമതും ആ ബില്ലുകൾ പാസ്സാക്കി പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ 200-ൽ പറയുന്നത് ഇതാണ്, ഷാൽ നോട്ട് വിത്ത്ഹോൾഡ് അസെന്റ് thereupon എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാൽ നോട്ട് വിത്ത്ഹോൾഡ്. രണ്ടാമതും ആ ബില്ല് പാസ്സാക്കി അതേപോലെ നിയമസഭ പാസ്സാക്കി പ്രസിഡന്റ് ഗവർണർക്ക് അയച്ചാൽ ഗവർണറുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനുമില്ല, അദ്ദേഹത്തിന് വിവേചന അധികാരമില്ല. അതാണ് വളരെ വ്യക്തമായി ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിവേചന അധികാരമില്ല. ആ ബില്ലിൽ ഒപ്പിടുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രസിഡന്റിന് അയക്കാം. എങ്ങനെയാണ്? രണ്ടാമത് പാസ്സാക്കി വരുന്ന ബില്ല് ഒന്നാമത് പാസ്സാക്കിയ ബില്ലിൽ നിന്നും, അല്ലെ ആദ്യം പാസ്സാക്കിയ ബില്ലിൽ നിന്നും
എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് ഗവർണർക്ക് അയക്കാം. അതേപടി തന്നെ അതാണല്ലോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200. ഇവിടെ കൃത്യമായി തന്നെ ഗവർണറുടെ അധികാരം പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് ഒപ്പിടാം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം, 3 പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാം. വീണ്ടും പറയുന്നുണ്ട്, ആ തിരിച്ചയക്കുന്ന ബില്ലുകൾ വീണ്ടും അതേപടി തന്നെ നിയമസഭ പാസ്സാക്കി അയച്ചാൽ ഗവർണർക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല, ഗവർണർക്ക് ഒപ്പിടുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ആദ്യം പിന്നെ പാസ്സാക്കി അയച്ചപ്പോഴും ഗവർണർ ഒരു മറുപടിയും കൊടുത്തില്ല. സാധാരണ നമുക്കറിയാം, നമുക്ക് ഒരു ബില്ലിനോട് ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് കൃത്യമായ ആ വിയോജിപ്പുകൾ ആ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതാണല്ലോ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം. അങ്ങനെയാണല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയാണല്ലോ. അല്ലാതെ ഇവര് രണ്ടുപേരും ഒരു ബദ്ധശത്രുക്കളോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ 2 എൻഡിൽ നിൽക്കുന്ന, പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു സംവിധാനം അല്ലല്ലോ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണറും ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു മിനിമം ഒരു പരസ്പരം ഒരു സംസാരമോ ഒരു കമ്മ്യൂണിക്കേഷനോ എങ്കിലും ഉണ്ടാവണം. ഇത് ആദ്യം തമിഴ്നാട് നിയമസഭ ആദ്യം പിന്നെ ബില്ലുകൾ പാസ്സാക്കി അയച്ചു. പിന്നെ ഗവർണർ അതിന്റെ അകത്ത് ഒരു തീരുമാനവും എടുത്തില്ല. എന്നിട്ട് വീണ്ടും ഇവര് രണ്ടാമതും തമിഴ്നാട് നിയമസഭ പാസ്സാക്കി അയക്കുന്നു. അതിനകത്ത് വീണ്ടും ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ പോലും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാൽ ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ ഇന്ന വകുപ്പുകൾ അതിനകത്ത് ആവശ്യമായിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റം വരുത്തണം എന്ന് ഗവർണർക്ക് ആവശ്യപ്പെടാം. ഗവർണർ അതിനകത്ത് ഒന്നും ചെയ്തില്ല. എന്നിട്ട് എപ്പോഴാണ് ഗവർണർ ഇത് വീണ്ടും പ്രസിഡന്റിന് അയച്ചപ്പോഴെന്നറിയോ? പഞ്ചാബ് കേസിൽ ഗവർണർക്കെതിരെ അതിശക്തമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ, അതായത് വീറ്റോ പവർ ഇല്ല. അതാണ് നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവർണർക്ക് വീറ്റോ പവർ ഇല്ല, പക്ഷേ പ്രസിഡന്റിന് വീറ്റോ പവർ ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 201 3 മാസത്തിനകം പിന്നെ ഗവർണർ പ്രസിഡന്റ് തീരുമാനം എടുക്കണം. പക്ഷെ പ്രസിഡന്റ് യെസ് ഓർ നോ, അതൊരു ഓപ്ഷൻ പ്രസിഡന്റിന് ഉണ്ട്. യെസ് ഓർ നോ, ഒന്നെങ്കിൽ അനുകൂലിക്കാം അല്ലെങ്കിൽ എതിർക്കാം. പക്ഷെ ഗവർണർക്ക് അങ്ങനെ ഒരു യെസ് ഓർ നോ എന്നുള്ളൊരു ചോയ്സ് പോലും ഗവർണറുടെ മുമ്പിലില്ല. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ ഭരണഘടനയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, കാരണം എന്താ ജുഡീഷ്യറിയുടെ ജോലി? ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ ടോപ്പിക് തന്നെ അതാണ്. പിന്നെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതാണ് വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയാണ്. അതിന് സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന അധികാരമാണല്ലോ പുനഃപരിശോധന അധികാരം എന്ന് പറയുന്നത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിച്ചോളട്ടെ. നമ്മുടെ കേരള സർക്കാരിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ച 5 ബില്ലുകൾ ഉണ്ടായിരുന്നു. ഇതിന്മേൽ ഒരു വിശദീകരണം തേടാൻ വേണ്ടി അദ്ദേഹം നിരന്തരം നിയമസഭയെ അറിയിക്കുക, അതായത് മുഖ്യമന്ത്രിയെ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെടുത്ത് വിശദീകരണം തേടി. പക്ഷേ അതിന് ഒരു മറുപടി പോലും നൽകാനോ വിശദീകരണം നൽകാനോ അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. തുടർന്നല്ലേ അത് രാഷ്ട്രപതിയുടെ പരിശോധനയ്ക്കായി അയച്ചത്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, രാഷ്ട്രീയമായി മന്ത്രിസഭ ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു ഗവർണർക്ക് പിന്നെ മറ്റെന്തു മാർഗമാണുള്ളത് രാഷ്ട്രപതിക്ക് അയക്കുകയല്ലാതെ? ഇവിടെ നമുക്കറിയാം, ഗവർണർക്ക് ഭരണഘടനാപരമായിട്ട് ഒരു അധികാരമുള്ള ഒരു സ്ഥാപനമല്ല ഗവർണർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഗവർണർമാർ അവകാശപ്പെടുന്നത് ഗവർണർ ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് അല്ല റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് എന്നാണ്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭയ്ക്ക്, മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്ക് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ പിന്നെ സഹായിക്കുവാനായിട്ട് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ ഉണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ പറയുന്നത് ഗവർണർ ഷുഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ഗിവൺ ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ എന്നാണ് വളരെ വ്യക്തമായി തന്നെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ മന്ത്രിസഭ പാസ്സാക്കി അയക്കുന്ന ഒരു ബില്ലിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പോലുള്ള അവകാശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവർണർക്കില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഭരണഘടനാപരമായിട്ടാണ് ഞാനിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ട്, കാരണം എന്താ, ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി കളിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടാല് സംസ്ഥാന ഗവൺമെന്റിന് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട യാതൊരുവിധ ഭരണഘടനാപരമായ ബാധ്യതയും അതിനകത്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയും അതിനകത്തില്ല. ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ഫെഡറൽ തത്വങ്ങൾ, കാരണം നമുക്കറിയാം ഇവിടെ ഇത് കേരളമോ അല്ലെങ്കിൽ തമിഴ്നാടോ മാത്രമല്ല, കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ബീഹാർ, ബംഗാൾ, അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളിൽ ഇതൊരു തുടർ നാടകങ്ങളായിട്ട് പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ ഗവർണർ വളരെ കൃത്യമായി തന്നെ ഇത്രയും കഴിഞ്ഞ ഒരു 10-75 വർഷത്തെ ചരിത്രത്തില് ഇത്രയും നഗ്നമായി രാഷ്ട്രീയം കളിച്ചിട്ടുള്ള മറ്റൊരു ഗവർണർ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. തമിഴ്നാടിന്റെ കാര്യത്തിലൊക്കെ അത് വളരെ വ്യക്തമായ രീതിയിലേക്ക് വളരെ നമ്മൾ പിന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ റിപ്പബ്ലിക് തലത്തിൽ പോലും അതിൽ പങ്കെടുക്കാതിരിക്കുന്ന ഗവർണർമാർ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ശ്രീപത്മനാഭൻ, അങ്ങനെയാണോ? അതായത് മന്ത്രിസഭ അംഗീകാരം നൽകുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുകയല്ലാതെ മറ്റൊരു ഭരണഘടനാ ചുമതലയും അദ്ദേഹത്തിന് നിർവഹിക്കാനില്ലേ? അല്ല, അതൊക്കെ ആ സെക്ഷൻ തന്നെ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒപ്പിടാം,
തിരിച്ചയക്കാം, പ്രസിഡന്റിന് അയക്കാം. ഇനി ഇവിടുത്തെ പ്രശ്നം കേവലം 2 പ്രശ്നമാണ്. ഒന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന ഭരണഘടനാ ശില്പികൾ ഉപയോഗിച്ച വാക്കിനെ 3 മാസമായി, അതായത് ആദ്യമായിട്ട് അയക്കുമ്പോൾ 3 മാസം എന്ന് പറയാൻ ഒരു 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ? അതില്ല. അവിടെ വ്യാഖ്യാനിച്ച് പറയണം. അവിടെ ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അനുസൃതമായും ആ ചാപ്റ്ററിലെ തത്വങ്ങൾക്ക് അനുസൃതമായും വ്യാഖ്യാനിച്ചു പറയണം. ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായും വ്യാഖ്യാനിച്ചിട്ട് ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ 3 മാസമാക്കാൻ, അല്ലെങ്കിൽ 4 മാസമാക്കാൻ, അല്ലെങ്കിൽ 6 മാസമാക്കാൻ അതിനുള്ള അധികാരം 2 അംഗ ബെഞ്ചിനില്ല. അവിടെയാണ് അതിനകത്ത് പ്രശ്നം. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ 3 മാസമാക്കാൻ ഭരണഘടനാ ബെഞ്ച് വരണം. അതാണ് അതിന്റെ പ്രശ്നം. രണ്ടാമതൊരു സാങ്കേതിക പ്രശ്നം ഇവിടെ പറഞ്ഞു, രണ്ടാമതും അയച്ചാൽ പിന്നെ അത് ഒപ്പിട്ടേ പറ്റൂ. ശരി, അതേ പറ്റൂ. പക്ഷേ ഗവർണർ അങ്ങനെ ചെയ്തില്ല. സപ്പോസ് ഗവർണർ ഇപ്പൊ തമിഴ്നാട്ടിൽ ചെയ്തില്ല, അദ്ദേഹം അത് പ്രസിഡന്റിന് അയച്ചു, പ്രസിഡന്റ് റിജക്ട് ചെയ്തു. തെറ്റോ ശരിയോ, പ്രസിഡന്റ് റിജക്ട് ചെയ്തു കഴിഞ്ഞു. വൺസ് പ്രസിഡന്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞ ബില്ലിനെ ഡീംഡ് ടു ബി പാസ്സായതായി കണക്കാക്കണം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? അതും ഒരു 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ? അവിടെ പ്രശ്നമാണ്. ശരി, ഗവർണർക്ക് 2ാമത്തെ തവണ പ്രസിഡന്റിന് അയക്കാൻ അധികാരമില്ല, ഒപ്പിട്ട് തിരിച്ചയക്കണം. പക്ഷെ അങ്ങൊരു തെറ്റ് ചെയ്തു എന്ന് കൂട്ടുക, അത് രാഷ്ട്രപതി, രാജ്യത്തിന്റെ രാഷ്ട്രപതി അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിജക്ഷൻ ബാധകമല്ല, അത് ഡീംഡ് ടു ബി പാസ്ഡ് എന്ന് പറയണമെങ്കിൽ അവിടെയും ഒരു ഭരണഘടനാ ബെഞ്ച് വരണം. 2 അംഗ ബെഞ്ചിന് അധികാരമില്ല. ഇവിടെ സുപ്രീം കോടതിക്ക് പറ്റിയ തെറ്റെന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ വ്യാഖ്യാനിച്ച് 3 മാസമാക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിന് കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരമില്ല, അത് ഭരണഘടനാ ബെഞ്ചിനെ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടണം. പിന്നെ ഒരിക്കൽ മടക്കിയത് വീണ്ടും ഗവർണർ അടുത്ത് വന്നതിന് ശേഷം ഗവർണർ അത് വീണ്ടും പ്രസിഡന്റിന് അയച്ച് പ്രസിഡന്റ് റിജക്ട് ചെയ്താൽ അത് ഡീംഡ് ടു ബി പാസ്ഡ് ആണോ, അതല്ല അത് എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണെന്ന് പറയേണ്ടിയിരുന്നു. അവിടെയാണ് ഇതിന്റെ ശ്രീ പത്മനാഭൻ, ഒരു കാര്യം കൂടി അതിനിടയിൽ, ഈ സുപ്രധാനമായ വിധിയിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ റിജക്റ്റ് ചെയ്യാതെ രാഷ്ട്രപതി ഒരു പരിധിയിൽ കൂടുതൽ കാലതാമസം എടുക്കുകയാണെങ്കിൽ അത് കോടതിക്ക് പരിഗണിക്കാവുന്ന വിഷയമാകും ആർട്ടിക്കിൾ 201 പ്രകാരം എന്ന് അവിടെ കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം ആർട്ടിക്കിൾ 143 പ്രകാരവും ഒരു ബില്ല് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് രാഷ്ട്രപതി പറയുകയാണെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും പറയുന്നുണ്ട്. ഈ 2 നിയമവശങ്ങൾ കൂടി ആ വിധിയിലുണ്ട് എന്നുള്ളത് എത്രത്തോളം പ്രസക്തമാവുകയാണ്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ സമയപരിധി നിശ്ചയിക്കാനുള്ള അംഗീകാരം 2 അംഗ ബെഞ്ചിനില്ല എന്ന് പറയുമ്പോൾ ഈ കാലതാമസം വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ ഉപദേശം തേടാം സുപ്രീം കോടതിയിൽ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം 2 അംഗ ബെഞ്ചിനില്ല, അത് പൂർണ്ണമായും ഭരണഘടനാ ബെഞ്ചിനെ ആശ്രയിച്ചിരിക്കുമെന്നാണല്ലോ. അതിനിടയിലാണ് ഈ ആർട്ടിക്കിൾ 201 പ്രകാരമുള്ള ആ കോടതിയുടെ പരാമർശം കൂടി വരുന്നത്. അതായത് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തിട്ടും പിന്നീടും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ അതിന് കോടതിയുടെ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിടാവുന്ന വിഷയമായി കൂടി അവിടെ കോടതി പറയുന്നു. അതോടൊപ്പം ആർട്ടിക്കിൾ 143 പ്രകാരം ഒരു ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ അതിന്മേലും രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വസ്തുതകൾ കൂടി താങ്കൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അതൊക്കെ പ്ലെയിൻ റീഡിംഗ് ഓഫ് ദി സെക്ഷനാണ്. അതായത് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അവരുടെ പരിഗണനയിൽ വന്നിട്ട് അതിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ, ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അയക്കാം, ജുഡീഷ്യൽ റിവ്യൂവിന് അയക്കാം. അത് തെറ്റൊന്നുമില്ല. പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞത്, രാഷ്ട്രപതിക്ക് അയച്ചിട്ട് രാഷ്ട്രപതിയും കുറെ കാലത്തേക്ക് ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാം എന്നുള്ളത് പറയാത്ത കാര്യമാണ്. അത് ആർട്ടിക്കിളിൽ പറയാത്ത കാര്യമാണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അവിടെ വരണം. എന്താ ചെയ്യേണ്ടത് എന്നുള്ള വിഷയം അതും തീരുമാനിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണ്. ഭരണഘടനയിൽ പറയാത്ത കാര്യം, ഒരു ലാക്വിനെ ഉണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ കോടതിക്ക് ഒരു നിയമനിർമ്മാണം ശുപാർശ ചെയ്യാം, മുത്തലാഖ് കേസിൽ പറഞ്ഞതുപോലെ നിയമനിർമ്മാണം ശുപാർശ ചെയ്യാം. 2 ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് അവിടെ അത് ഫില്ല് ചെയ്യാനുള്ള ശ്രമം നടത്താം. അപ്പോൾ SR ബൊമ്മ കേസിലെ പ്രശ്നം എന്താണ്?
ഗവർണർ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ആവുക ദാറ്റ് ദർ ഈസ് എ ഫെയിലിയർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, ഭരണഘടനാപരമായ പ്രവർത്തനത്തിൽ സംസ്ഥാനത്ത് പരാജയം ഉണ്ടായിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഗവർണർ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവണം, എങ്ങനെ തൃപ്തനാവണം എന്നുള്ളതിന് കണ്ടീഷൻ ഇല്ലായിരുന്നു. ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കാരണം പലതരത്തിലുള്ള ഫ്ലിംസി റീസൺ, അതായത് 5 MLA കത്തയച്ചു. ഇപ്പൊ SR കേസിൽ എന്താ ചെയ്തത്? 12 MLA ഫോർജ്ഡ് സിഗ്നേച്ചർ ഈ കോൺഗ്രസ്സുകാർ ചെയ്ത പണിയാണ്. കൃത്രിമ കയ്യൊപ്പിട്ടു 12 17 MLA ജനതാ പാർട്ടി ജനതാദളിന്റെ. എന്നിട്ട് ഗവർണർ കൊടുത്തു, ഞങ്ങൾ പിന്തുണ പിൻവലിക്കുകയാണ്. ഇതുവരെ പരിശോധിക്കാതെ ഗവർണർ അങ്ങോട്ട് പിരിച്ചുവിട്ടു. സത്യത്തിൽ ഗവർണർ എന്താ ചെയ്യേണ്ടത്? അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ പറയണം. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ദി മെജോറിറ്റി ഓഫ് ദി ഇൻസൈഡ് ദി ഹൗസ്, നോട്ട് ഓൺ ദി വരാന്ത ഓഫ് ദി ഗവർണേഴ്സ് ബംഗ്ലാവ്. ഗവർണറുടെ ബംഗ്ലാവിന്റെ വരാന്തയിലല്ല ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്, നിയമസഭയ്ക്കകത്താണ്. അപ്പം ആ സാറ്റിസ്ഫിക്കേഷൻ, ഹൗ ക്യാൻ എ ഗവർണർ കം ടു എ സാറ്റിസ്ഫിക്കേഷൻ that there is a failure of constitutional machinery? അത് അക്കപ്പെട്ട് നിരത്തിയിട്ടില്ല ഭരണഘടനയിൽ. അത് നിരത്താനുള്ള കണ്ടനാണ് പറഞ്ഞത്. അതുപോലെ പ്രസിഡന്റ് താമസമുണ്ട് ഒപ്പിടുന്നതിൽ എന്ത് ചെയ്യണം? ജുഡീഷ്യൽ റിവ്യൂ സോമോട്ടോ പറ്റുമോ, അല്ലെങ്കിൽ പെറ്റീഷന്റെ മുകളിൽ പറ്റുമോ? അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ പരിശോധിക്കണം. അത് ഭരണഘടന പറയാൻ അധികാരം. അതേപോലെ 140 ക്ലിയർ ആണ്, പറഞ്ഞ കാര്യമാണ്. പറഞ്ഞ കാര്യം ഓക്കെ, പറയാത്ത കാര്യം ഇങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭരണഘടന പ്രകാരം അത് ഉദ്ദേശിച്ചത് ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ ഭരണഘടനാ ബെഞ്ച് വേണം. പ്രസിഡന്റ് ഒപ്പിടാൻ നീണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ വേണോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്യാം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഞാൻ അധികാരത്തെയല്ല ചോദ്യം ചെയ്യുന്നത്, ബെഞ്ച് പക്ഷേ ഭരണഘടനാ ബെഞ്ചായിരിക്കണം. അത് ഇവിടത്തെ പ്രശ്നം അതാ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ സംഭവ വികാസങ്ങളും തമിഴ്നാട് സംഭവ വികാസവും തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം തമിഴ്നാട്ടിൽ 2ാം തവണ അയച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവിടെ 1ാം തവണ അയച്ചിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. അങ്ങ് കുറെ കാലം വെച്ചോണ്ടിരുന്ന് അവസാനം അത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്തു. അപ്പൊ അതിവിടെ ബാധകമല്ല. അതുകൊണ്ടാണ് ഗവർണർ പറഞ്ഞത്, നിങ്ങളുടെ ഈ 2 അംഗ ബെഞ്ചിന്റെ കാലാവധിയൊന്നും എനിക്ക് ഗവർണർമാർക്ക് ബാധകമല്ല. ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. അവിടെ പോയി ഭരണഘടനാ ബെഞ്ച് പോട്ടെ. അപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കുറച്ച് അമിതാവേശം ഉണ്ടായിട്ടുണ്ട്. അതിപ്പം റിവ്യൂ ഹർജിയിൽ പരിഹരിക്കപ്പെടും. റിവ്യൂ ഹർജി വരും, അത് ഭരണഘടനാ ബെഞ്ചിന് പോകും. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷേ 2 അംഗ ബെഞ്ചിന് ഇതൊക്കെ അധികാരം ഇല്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അതിന് തർക്കത്തിനൊന്നും സ്കോപ്പില്ല. കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യം എഴുതി ചേർക്കാൻ അല്ലെ വ്യാഖ്യാനിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ ഭരണഘടനാ ബെഞ്ചിനെ അധികാരമുള്ളൂ. ആ കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. അതെ, ശ്രീ റോണി കെ ബേബി, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി പാസാക്കുന്ന പല ബില്ലുകൾക്കും അംഗീകാരം നൽകുന്നത് ഗവർണർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കണ്ടിട്ടും അവർ തരുന്ന എല്ലാ ബില്ലുകളും അങ്ങനെ കണ്ണടച്ചൊപ്പിടണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്ന രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അത് വലിയ അഴിമതിക്കും ലംഘനങ്ങൾക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കുമൊക്കെയല്ലേ വഴിവെക്കുന്നത്. കാരണം ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിൽ 10 ബില്ലുകളാണ് നിയമസഭ പാസ്സാക്കിയത്, മന്ത്രിസഭാ യോഗം ചേർന്ന്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വിശദമായ വാദം കേൾക്കുകയും അല്ലെങ്കിൽ വിശദീകരണം തേടുകയും ഒക്കെ ചെയ്യേണ്ടത് ഭരണഘടനാപരമായി നടപ്പിലാക്കേണ്ട നിർവഹണമല്ലേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്തിനാണ് ഈ നിയമസഭ പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും ഗവർണർ അങ്ങ് ഒപ്പിട്ടാൽ മതി, അവർക്ക് അതിനപ്പുറം മറ്റൊരു അധികാരവുമില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യമാണല്ലോ, ഒരു ഭരണഘടനാ വാഴ്ച. അപ്പോൾ ആത്യന്തികമായിട്ട് പരമാധികാരി എന്ന് പറയുന്നത് ഭരണഘടനയായിരിക്കണം. നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പും സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ വിവിധങ്ങളായ നിയമങ്ങൾ അത് ഗവർണർമാര് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു കൊടുക്കുകയും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ രാഷ്ട്രപതി അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 1ാം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആ കാലത്ത് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം തൊട്ട് തന്നെ പിന്നീട് MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ ഉൾപ്പെടെ അതൊക്കെ ഗവർണർമാർ വളരെ കൃത്യമായി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇത് പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. പ്രസിഡന്റ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അപ്പൊ അതിനൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട്, അതിനൊക്കെ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പൊ നമ്മൾ ആ നടപടിക്രമം ഇതിനകത്ത് പാലിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ്, ഗവർണർക്കും ബാധകമാണ്, ഇന്ത്യൻ പ്രസിഡന്റിനും ബാധകമാണ്, സുപ്രീം കോടതിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊസീജിയർ. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ്, ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇതിനകത്ത് പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടുകയല്ല ചെയ്തത്. സുപ്രീം കോടതിക്ക് നൽകപ്പെട്ട അധികാരമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരം പ്രത്യേക അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രത്യേക അധികാരം എക്സർസൈസ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണോ അതോ സിംഗിൾ ബെഞ്ചാണോ ഡിവിഷൻ ബെഞ്ചാണോ എന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്രത്യേക അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് മാത്രമേ എക്സർസൈസ് ചെയ്യാവൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അത് രണ്ടംഗ ബെഞ്ചിനും എക്സർസൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ വിധിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത്. കാരണം ഇതിനകത്ത് പ്രൈമാ ഫേസിയ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ കൃത്യമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധതയുണ്ട്. ഇവിടെ ബഹുമാൻ ശ്രീപത്മനാഭൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ പ്രസിഡന്റ് റിജക്ട് ചെയ്ത ഒന്നിലല്ല ഡീംഡ് ടു ബി പാസ്ഡ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് അതിന്റെ അകത്ത് ഒരു തീരുമാനമേ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. ഇവിടെ സുപ്രീം കോടതി ക്വാഷ് ചെയ്തത് മുഴുവൻ അല്ലെ സുപ്രീം കോടതി ഡയറക്ട് ചെയ്തത് മുഴുവൻ ഗവർണറുടെ തീരുമാനമാണ്. ഗവർണർ കാരണം കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ഗവർണർ അതിന്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധത അതൊക്കെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. കാരണം ഇവിടെ നമ്മളായിട്ട് എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്, ഗവർണർക്ക് 3 അധികാരമുണ്ട്. ഒന്നെങ്കിൽ ബില്ല് അന്നേരം ഒപ്പുവയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രസിഡന്റിനെ അയക്കാം. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇതിൽ അദ്ദേഹം ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് അദ്ദേഹം പോക്കറ്റ് വീറ്റോ, നമ്മുടെ അത് അമേരിക്കൻ പ്രസിഡന്റിനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ. നമ്മുടെ ഇവിടുത്തെ ഗവർണർക്ക് പോക്കറ്റ് വീറ്റോ ഒന്നുമില്ല. ഒരു ബില്ലിൽ ഒരു തീരുമാനം എടുക്കാതെ അന്തിമമായി അനന്തമായി അത് അദ്ദേഹത്തിന്റെ പിന്നെ മേശപ്പുറത്ത് വെച്ച് തീരുമാനം എടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യവും പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് രണ്ടാമതും തമിഴ്നാട് നിയമസഭ നിയമം പാസ്സാക്കിയത്. ഇപ്പോഴും വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ഇതേ നടപടി തന്നെ, ഒരു നിസ്സംഗത, കുറ്റകരമായ നിസ്സംഗത. അതിനെ നമുക്ക് ഭരണഘടനാപരമായി എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? നിർവഹിക്കണം. ശരി, ശ്രീ റോണി കെ ബേബി, താങ്കൾ ഈ സൂചിപ്പിച്ച കുറ്റകരമായ നിസ്സംഗതയും കാലതാമസവും ഒരു പ്രേക്ഷകൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് പാർലമെന്റ് പാസാക്കിയ ബിൽ സെയിൽ സിംഗ് പ്രസിഡന്റ് ഒപ്പിടാതെ കാലതാമസം വരുത്തി കാലഹരണപ്പെട്ടതിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നാണ്. അത് പിന്നെ എന്താ, വേണമെങ്കിൽ അന്ന് പാർലമെന്റിന് കൃത്യമായി അന്ന് വേണമെങ്കിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ആ ബില്ല് ഒന്നുകൂടി പാസ്സാക്കി അയക്കാമായിരുന്നു. പക്ഷെ അന്ന് പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രസിഡന്റുമായിട്ടൊരു ക്ലാഷിന് പോകണ്ട, ഒരു ഏറ്റുമുട്ടലിന് പോകണ്ട, അതിന്റെ അകത്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് തപാൽ ബില്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റ് പാസ്സാക്കിയ തപാൽ ബില്ല് അത് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. അതുകൊണ്ട് അത് അങ്ങ് പിന്നെ ലാപ്സായി പോയി. പക്ഷെ അതിനകത്ത് വീണ്ടും ഒരു തുടർ നടപടിയിലേക്ക് അന്ന് ഗവൺമെന്റ് പോയില്ല. കാര്യം ഇതേ ഉള്ളൂ. കാരണം ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പിന്നെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭയും, 2 എന്ന് പറയുന്നത് പ്രസിഡന്റും. കാരണം അതിനു മുൻപോ അല്ല അതിന് ശേഷമോ ഒരിക്കലും ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുമില്ല. ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്ന ഒരു ഭരണഘടനാ മര്യാദയാണ് അവിടെ കാണിച്ചത്. ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഭരണഘടനാപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണോ തീരുമാനിക്കേണ്ടത് മന്ത്രിസഭ? അതായത് ഭരണഘടനാപരമായ ഏറ്റുമുട്ടലുകൾ വേണ്ട എന്നുള്ളത് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ചിലർ മുന്നോട്ട് പോകുന്നില്ല, ചിലർ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത. അല്ല, അവിടെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോ തമിഴ്നാട് സർക്കാർ 7 യൂണിവേഴ്സിറ്റികളുടെ ബില്ലുകളിലാണല്ലോ ഇപ്പൊ വിജയിച്ചു എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വിജയിച്ചിട്ടുണ്ടോ? ആ 7 ബില്ലുകളും പാസ്സാക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാം എന്നല്ലാതെ നടപ്പിലാക്കാൻ പറ്റുമോ? വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റുമോ? ഈ ബില്ല് പ്രകാരം പറ്റില്ല. എന്താ കാരണം? UGCയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന നിയമമെങ്കിൽ UGCയുടെ ചട്ടങ്ങൾ നിലനിൽക്കുമെന്ന് ഇതേ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞില്ലേ? ശരി, ബില്ല് നിയമമായി. അപ്പോ പക്ഷെ അത് നടപ്പാക്കാൻ പറ്റുമോ? സെർച്ച് കമ്മിറ്റി വേണ്ടേ? UGC എന്താ ചട്ടങ്ങൾ എന്താ പറയുന്നത്? ഹൗ ടു അപ്പോയിന്റ് എ വൈസ് ചാൻസലർ. ഒരു സെർച്ച് കമ്മിറ്റി വേണം. സെർച്ച് കമ്മിറ്റിയിൽ 3 ആള്, 1 UGC നിയമിക്കുന്ന ആള്, 2 ഗവർണർ നിയമിക്കുന്ന ആള്, 3 സിൻഡിക്കേറ്റ് നിയമിക്കുന്ന ആള്, അല്ലെ? ആ 3 പേര് അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി മുമ്പാകെ 3-ൽ കുറയാത്ത ലിസ്റ്റ് വരണം.
മാത്രമല്ല അത് അപൊളിറ്റിക്കലായ ആൾക്കാരായിരിക്കണം എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു. രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. ഇപ്പൊ തമിഴ്നാട് ബില്ല് പാസ്സാക്കിയിട്ട് നാളെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു DMK-യുടെ നേതാവിനെ പിടിച്ചിട്ട് വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിച്ചാൽ നടക്കുവോ? അത് സുപ്രീം കോടതി തന്നെ റദ്ദാവൂലേ പോയാല്? അപ്പോ ഈ 7 ബില്ലുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ബില്ലുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ നിലനിൽക്കില്ല. എന്തുകൊണ്ടാ? ഈവൺ ഇഫ് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി സെക്രട്ടറിമാര് ചട്ടങ്ങൾ ഉണ്ടാക്കും, റൂൾസ് ഉണ്ടാക്കും. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സെൻട്രൽ റൂൾസ്, സെൻട്രലിലെ IAS ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ഉണ്ടാക്കിയ റൂൾസ് ആണെങ്കിൽ കൂടി സ്റ്റേറ്റിന്റെ ലോയിന്റെ പ്രൊവിഷനേക്കാൾ മുകളിൽ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ബില്ലുകൊണ്ട് എന്താ കാര്യം? പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, സുപ്രീം കോടതി പ്രസിഡന്റിന്റെ ഒപ്പിടൽ പരിഗണിച്ചിട്ടില്ല, ഗവർണർ രണ്ടാമതും അയച്ചത് റദ്ദാക്കിയാന്ന്. അങ്ങനെ പറ്റില്ലല്ലോ. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഹാസ് ടു ബി കൺസിഡേർഡ് വാട്ട് എവർ ഇറ്റ് മേ ബി, റൈറ്റ് ഓർ റോങ്. ഗവർണർ രണ്ടാമത് പ്രസിഡന്റിന് അയച്ചിട്ട് പ്രസിഡന്റ് ഒപ്പിട്ടും പോയി. അപ്പൊ അത് പരിഗണിക്കണ്ട എന്ന് അങ്ങനെ നടന്നു പോയ കാര്യങ്ങൾ നടക്കാത്തതായി കണക്കാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ? കോടതിക്ക് അധികാരം ഇല്ലല്ലോ. അപ്പൊ അവിടെ പരിഗണിക്കണം. പിന്നെ പ്രത്യേക അധികാരങ്ങൾ, സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ വരെ തീരുമാനിക്കാം. 2 അംഗ ബെഞ്ചിന് തീരുമാനിക്കാൻ പറ്റുമോ? രാഷ്ട്രപതി എടുത്തൊരു തീരുമാനം പ്രത്യേക അധികാരത്തിന്റെ പരിധിയിൽ പറ്റുമോ? പറ്റൂലല്ലോ. ഇപ്പൊ SR ബോംബെ കേസിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ബീഹാറിലെ ലാലു പ്രസാദ് യാദവിനെ മന്ത്രിസഭയെ വാജ്പേയി സർക്കാർ പിരിച്ചുവിടാൻ കാരണം അവിടെ ദിവസവും രൺവീർ സേനയും മറ്റേ വേറൊരു സേനയും തമ്മിൽ 10-25 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി, ഡെയിലി കൊല്ലാൻ തുടങ്ങി. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇത് തടയാനും പറ്റുന്നില്ല. ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. അപ്പോഴേക്കും SR ബോംബെ കേസ് വന്നിരുന്നു. SR ബോംബെ കേസ് എന്താ പറയുന്നത്? പിരിച്ചുവിട്ടാൽ മാത്രം പോരാ, എത്ര ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പാസ്സാക്കണം, 2 സഭകളിലും പാസ്സാക്കണം. അപ്പോ അന്നത്തെ BJP ഗവൺമെന്റിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല. അപ്പൊ എന്തായി? ആ നിശ്ചിത കാലാവധി കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതുപോലെയായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? രാഷ്ട്രപതി ഒപ്പിട്ട പിരിച്ചുവിടൽ തീരുമാനം വരെ സ്വാഭാവികമായി റദ്ദായിപ്പോയി. എന്താ കാരണം? ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. SR ബോംബെ കേസിലെ വിധി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് പ്രത്യേക അവകാശങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ തീരുമാനം മാറ്റാം എന്ന് ആര് പറയണമെന്ന്? ഭരണഘടനാ ബെഞ്ച് പറയണമെന്ന്. 2 അംഗ ബെഞ്ച് പറഞ്ഞാൽ പോരാ. രണ്ടാമത് ഇവർ പറയുന്നു ഗവർണർ രണ്ടാമത് അയച്ചതേ കോടതി പരിഗണിച്ചിട്ടുള്ളൂ, അതിനുശേഷം സംഭവിച്ചത് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പറ്റൂലെന്ന്. ഒരു പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന്. തെറ്റോ ശരിയോ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഒപ്പ് വീണ് കഴിഞ്ഞു. അപ്പൊ പരിഗണിക്കാൻ ഞങ്ങൾ അത് നോക്കണ്ട എന്ന് പറയാനുള്ള അധികാരം 2 അംഗ ബെഞ്ചിനില്ല. എന്റെ വാദം അതാണ്. 2 അംഗ ബെഞ്ചിനില്ല. അതും പറയണമെങ്കിൽ ഭരണഘടനാ ബെഞ്ച് പറയണം. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് പറയാൻ അധികാരമില്ലാത്ത കാര്യങ്ങളാണ്. അത് പറയാൻ ഭരണഘടനാ ബെഞ്ചിന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇത് നിലനിൽക്കില്ല എന്നും എനിക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ബാധകമല്ല എന്നും ഗവർണർമാർ പറഞ്ഞാൽ ആ ഗവർണർമാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് ശരിയാണെന്നേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും. ഒരു സുപ്രീം കോടതി ബില്ലായിട്ട് ഇപ്പൊ നാളെ പറയുകയാണ് 3 മാസമായി ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഗവർണർ ഒപ്പിടില്ല. ഈ പറഞ്ഞത് എനിക്ക് ബാധകമല്ല, ഗവർണർക്ക് ബാധകമല്ല, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ല എന്ന് പറഞ്ഞാൽ ഈ 3 മാസം നിശ്ചയിച്ചത് ഭരണഘടനാ ബെഞ്ച് അല്ലല്ലോ. ആ വിഷയം കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പരിഹരിക്കാനാണ് റിവ്യൂ പെറ്റീഷൻ. അത് വരട്ടെ. ഏതായാലും റിവ്യൂ പെറ്റീഷനിൽ കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോൾ അത് ഏതായാലും ഭരണഘടനാ ബെഞ്ചിന് പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ശ്രീ റോണി കെ ബേബി, അത്തരത്തിൽ ഈ റിവ്യൂ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ എന്താകും താങ്കൾ അതിനെ നോക്കിക്കാണുക? കാരണം 2 അംഗ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചല്ല എന്നുള്ളതിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജി നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബഹുമാനോട് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 7 സർവകലാശാലകളുടെ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട നിയമം, അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടെ അത് നിയമമായി മാറിയിരിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അത് നവംബർ 18-ാം തീയതി വെച്ചാണ് ആ നിയമം പാസ്സായിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ UGCയുടെ പുതിയ ഇത് വന്നിരിക്കുന്നത് 2025 ജനുവരിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കരട് മാത്രമേ വന്നിട്ടുള്ളൂ. പുതിയ ഈ പറയുന്ന വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ ഘടനയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കരട് UGCയുടെ ഡ്രാഫ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ.
ഇപ്പോൾ നിലവിലിരിക്കുന്ന UGCയുടെ 2016 റെഗുലേഷൻസ് ആണ്. ആ 2016 റെഗുലേഷൻസ് വെച്ച് ഇപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാരിന് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം, അപ്പോൾ ആ ചോദ്യത്തിന്റെ അകത്ത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, കേരള ഗവർണറുടെ പ്രസ്താവന ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഇപ്പോൾ ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധി നാളെ സ്റ്റേ ചെയ്യുമോ, അല്ലെ റിവ്യൂ പെറ്റീഷന്റെ ഫലമായിട്ട് അത് ഒരു വിശാല ബെഞ്ചിലേക്കോ ഭരണഘടനാ ബെഞ്ചിലേക്കോ പോകുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ കാര്യമാണ്. അത് നാളെ പിന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലുള്ളത് അത് ഭരണഘടനാ വിരുദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് പറയാവോ നിഷേധിക്കുകയോ ചെയ്യാമെങ്കിലും ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലിരിക്കുന്നത് ആ സുപ്രീം കോടതി വിധിയാണ്. അതിന്റെ അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി എന്താണെങ്കിൽ അത് ചോദ്യം ചെയ്യട്ടെ, അത് പിന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് തിരുത്തട്ടെ. പക്ഷെ അത് തിരുത്തപ്പെടുവോളം ഇപ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ആ സുപ്രീം കോടതി വിധിയാണ്. അപ്പൊ ആ സുപ്രീം കോടതിയുടെ വിധി എനിക്ക് ബാധകമല്ല എന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ പറയുന്നത് വളരെ ലജ്ജാകരം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അത്ര റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പിന്നെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവാൻ പാടുള്ളതല്ല. അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭരണപരമായ തീരുമാനമാണ്, ഭരണഘടനാപരമായ തീരുമാനമല്ല. അങ്ങനെയൊന്നും ഒരിക്കലും പിന്നെ ഒരു ഗവർണർ പിന്നെ പറയാൻ പാടില്ല എന്നുകൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പിന്നെ ഇവിടെ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം പറയുന്ന ആർട്ടിക്കിൾ 142, ഇതിനകത്ത് പ്രത്യേക അധികാരം പറയുന്നത് ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ മാത്രമല്ല പറയുന്നത്, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഇടപെടുവാനുള്ള അധികാരം വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിക്കുണ്ട്. ഇത് സിംഗിൾ ബെഞ്ച് ആണെന്നോ ഡിവിഷൻ ബെഞ്ച് ആണെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ബെഞ്ച് ആണെന്നോ ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്ന വാദം തെറ്റാണെങ്കിൽ അത് തിരുത്താം. പിന്നെ ഭരണഘടനാപരമായ വിഷയങ്ങളിൽ ഭരണഘടനാ ബെഞ്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപും ഭരണഘടനാപരമായ എത്രയോ വിഷയങ്ങളില്ല കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവ്യക്തതയുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് പോലെയോ അല്ലെ SR ബൊമ്മെ കേസ് പോലെയോ നമുക്കറിയാം. ഇപ്പോൾ ശബരിമല ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് അത് മൗലിക അവകാശങ്ങളുടെ 2 ആർട്ടിക്കിളുകൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ഇതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയും ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അവകാശവും തമ്മിൽ. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള പിന്നെ ഇങ്ങനെ അവ്യക്തതയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ആ കേസ് 3 അംഗ ബെഞ്ചിന് പോയി, 5 അംഗ ബെഞ്ചിന് പോയി, 7 അംഗ ബെഞ്ചിന് പോയി, അങ്ങനെ മുന്നോട്ട് പോകുന്നു, വിശാല ബെഞ്ചിലേക്ക് പോകുന്നു. പക്ഷെ നമുക്കറിയാം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പോലും അതിനകത്ത് ഉയർന്ന ഭരണഘടനാപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുത്തത് 2 അംഗ 3 അംഗ ബെഞ്ചാണ് തീരുമാനമെടുത്തത്. അപ്പൊ അതുപോലും അത് പിന്നെ ഒരു വിശാല ബെഞ്ചിലേക്കല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു നിയമത്തെ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാം. അതിനകത്ത് അതിനുള്ള അവകാശമുണ്ട്, നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനുള്ള അവകാശമുണ്ട്. അതിന്റെ ഭാഗമാണുള്ള റിവ്യൂ പെറ്റീഷൻ. ആ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളഞ്ഞാൽ അതിന് മുകളിലേക്ക് വേണമെങ്കിലും പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാം. പക്ഷെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു നിയമത്തെ, കാരണം പാർലമെന്റ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ അത് ചോദ്യം ചെയ്തത് ശരിയായില്ല എന്നതാണ് എനിക്ക് ഇവിടെ പിന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, അങ്ങനെയാണോ? അതായത് ഇത് തള്ളി പറയാൻ പാടില്ല എന്നുള്ളതാണോ? തനിക്കിത് ബാധകമല്ല എന്ന് പറയുന്നത് എന്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ്. അല്ല, ഇവിടെ ശബരിമല വിധി കോട്ട് ചെയ്തത് നന്നായി. ഈ ശബരിമല വിധിക്ക് പറ്റിയ തെറ്റെന്താണ്? ശബരിമല വിധി പറഞ്ഞത് ഭരണഘടനാ ബെഞ്ച് അല്ല. ഭരണഘടനാ ബെഞ്ച് പറയേണ്ടിയിരുന്നു. അതല്ല ഇപ്പൊ അങ്ങോട്ട് പോയത്. ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഭരണഘടനാ ബെഞ്ച്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ യൗവന യുക്തികളായ സ്ത്രീകളുടെ പ്രവേശനം ഉൾപ്പെടെ വിഭാഗവുമായി ബന്ധപ്പെട്ട കുറെ തർക്കങ്ങൾ ഭരണഘടനാ ബെഞ്ചിൽ പോയി. എന്തുകൊണ്ടാണ് അത് പോകാൻ കാരണം? അതായത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കെ ഒരാചാരം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ അത് വേറൊരു ഭരണഘടനാ വകുപ്പ് നൽകുന്ന സംരക്ഷണത്തെ മറ്റൊരു ഭരണഘടനാ വകുപ്പ് ഉപയോഗിച്ച് തട്ടിക്കളയാൻ നടത്തിയ ശ്രമമാണ് ശബരിമല വിധിയുടെ പരാജയം. ശബരിമല വിധി പരാജയപ്പെടാനുള്ള കാരണം ഇപ്പൊ സ്റ്റേ ഇല്ല. പക്ഷെ കേരളത്തിലെ സർക്കാർ അതിൽ നിന്ന് പിന്മാറിയില്ലേ? എന്തുകൊണ്ട് പിന്മാറി? റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു.
അപ്പോൾ അവിടെ എന്താ പ്രശ്നം? ആർട്ടിക്കിൾ 25 നൽകുന്ന അവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു, സമത്വത്തിന്റെ അവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒന്ന് ആചാരങ്ങളായി ബന്ധപ്പെട്ട് ആചാരങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാ സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ ആചാരമല്ലല്ലോ. മതസമ്പ്രദായങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷന്മാർ ചെയ്യുന്നതും പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീകൾ ചെയ്യുന്നുവെന്നും ഭരണഘടനയുടെ സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ് വെച്ചിട്ട് വ്യാഖ്യാനിച്ച് അവിടെ പോയിട്ട് കുഴപ്പമാക്കിയാൽ അത് കുഴപ്പമാവും. അത് മനസ്സിലാക്കിയതിനെ കൊണ്ടാണ് ഈ അവകാശങ്ങൾ ഏതൊക്കെ, സമത്വം നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെ, ഇവ രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് പഠിക്കാനാണ് ഇപ്പം ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. ഇവിടെ അതാണ് പ്രശ്നം. പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഒരു ഭരണഘടനയുടെ അനുസൃതമായ അല്ലാത്ത രീതിയിൽ ഇപ്പൊ രണ്ടാമത് അയച്ചു പ്രസിഡന്റ് ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഭരണഘടന പറഞ്ഞ രീതിയിലല്ലാതെ രാഷ്ട്രപതിയുടെ അടുത്ത് രാഷ്ട്രപതി പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്ന് അവിടെ ഒരു ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് ഭരണഘടനാ ബെഞ്ച് പറയണം. അല്ലാണ്ട് അങ്ങോട്ട് പോയതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് അവിടെ അങ്ങനെ ഇഗ്നോർ ചെയ്യാം. ഒരു നടന്നുപോയ സംഭവത്തെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, ഗവർണർക്ക് എന്തുകൊണ്ട് പറയാം? ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, കോടതിയെ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അടുത്ത് പറ്റിയൊരു തെറ്റ് വേറൊരു ഭരണഘടനാ സ്ഥാപനത്തിന് തെറ്റാണ്, എനിക്ക് ബാധകമല്ല എന്ന് പറയാം. ഇവിടെ വക്കം പുരുഷോത്തമൻ സ്പീക്കർ ആയിരുന്നപ്പോൾ വക്കം പുരുഷോത്തമന് ഒരു മജിസ്ട്രേറ്റ് സമൻസ് അയച്ചു സ്പീക്കർ ഓഫീസിലേക്ക്. വക്കം പുരുഷോത്തമൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സമൻസ് ഇവിടെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ സ്പീക്കറാണ്, ഞാൻ ലെജിസ്ലേറ്റീവിന്റെ അധിപനാണ്, ഇവിടുത്തെ കടലാസ് കോടതി ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് സമൻസ് അയച്ചാൽ ആ സമൻസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞല്ലോ. മാത്രവുമല്ല, ജാർഖണ്ഡ് മുക്തി മോർച്ച പാർലമെന്റിനകത്ത് പൈസ വാങ്ങി വോട്ട് ചെയ്യിപ്പിച്ചല്ലോ. ഈ കോൺഗ്രസ്സുകാര് കാശ് കൊടുത്തിട്ട് വോട്ട് മറിച്ചല്ലോ. അത് പിടിക്കപ്പെട്ട ആ കേസിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? പാർലമെന്റിനുള്ളിൽ നടന്ന സംഭവമാണ്, ഞങ്ങൾക്ക് അധികാരമില്ല. അവർ പൈസ വാങ്ങിയിട്ടോ പൈസ വാങ്ങാതെയോ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല, സ്പീക്കർക്കാണ് അധികാരം, സഭയ്ക്കാണ് അധികാരം എന്ന് പറഞ്ഞില്ലേ? അതിൽ കൈകടത്താൻ പോയില്ലല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ സോമോട്ടോ റദ്ദാക്കാം എന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കാം. ആഫ്റ്റർ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പിന്നെ സിംഗിൾ ബെഞ്ചിന് വരെ പറയാം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇത് പ്രശ്നമാണ്, ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ശ്രീ പത്മനാഭൻ, ഇവിടെ ഈ ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ടല്ലോ രാഷ്ട്രപതിയുടെ അധികാരം ഗവർണർക്കില്ല എന്നുള്ളതാണ് അവർ അടിവരയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവും ഗവർണർക്കില്ല. എന്താണോ നിയമസഭ പാസ്സാക്കുന്നത് അത് അംഗീകരിക്കുക മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എത്തിയത്? അല്ല, അത് നിലവിലുള്ള ഭരണഘടന പ്രകാരം രണ്ടാം പ്രാവശ്യം അയച്ചാൽ അത് പിന്നെ ഒപ്പിടേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ, ബില്ല് സമക്ഷത്തിൽ എത്തുമ്പോൾ ഒപ്പിടാം, തിരിച്ചയക്കാം, പ്രസിഡന്റിന് അയക്കാം, അത് അപ്പോൾ ചെയ്യണം. രണ്ടാമതും അയച്ചാൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഘട്ടത്തിലാണ് വീറ്റോ വരുന്നത്. ആദ്യത്തെ ഘട്ടത്തിലില്ല. ആദ്യത്തെ ഘട്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചയക്കാം, അല്ലെ പ്രസിഡന്റിന് അയക്കാം. അപ്പോ അത് ക്ലിയർ ആണ്. രണ്ടാമത് അയച്ചു, ശരി തെറ്റ് ആണെങ്കിൽ തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട് പോയില്ലേ, ഇനി അത് അയച്ചതായി കണക്കാക്കണ്ട, ഒപ്പിട്ടതായി കണക്കാക്കണ്ട എന്നെങ്ങനെ പറയും? പിന്നെ വേറൊരു വിഷയം, പിന്നെ ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് വേഴ്സസ് ഡോക്ടർ രാജശ്രീ കേസ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നുള്ള കേസ്. അതിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ UGC ചട്ടങ്ങൾ പാലിച്ചേ പറ്റൂ എന്ന്. സെൻട്രൽ ആക്ട് ആണ് സ്റ്റാൻഡ് ചെയ്യാന്ന് ഈ വിധി വരുന്നതിന് മുന്നേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ വിധിയൊക്കെ അവിടെ കിടക്കും, അത് വേറെ വിഷയം. കേരളത്തിലും ഇപ്പൊ കുറെ വിധിയൊക്കെ പാസ്സാക്കിയിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി ഒന്നും സ്വന്തം നിലയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 70 to 80% ഓഫ് ദി എക്സ്പെൻസസ് ആർ മെറ്റ് ഫ്രം UGC ഗ്രാന്റ്. ഇന്ത്യയിലെ UGC ഗ്രാന്റിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ 70 മുതൽ 80% വരെയുള്ള ചെലവുകൾ വഹിക്കുന്നത് UGC ഗ്രാന്റിൽ നിന്നാണ്. അപ്പോൾ പൈസ മാത്രം മതി, തീരുമാനം ഞങ്ങളങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കുവോ കേന്ദ്ര സർക്കാർ? അതൊന്നും നടക്കാത്ത കാര്യം. ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് എ കൺകറന്റ് ലിസ്റ്റ്.
സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് വിദ്യാഭ്യാസം. അപ്പൊ കേന്ദ്ര നിയമം നിൽക്കുക തന്നെ ചെയ്യും. അത് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സുപ്രീം കോടതി ഇവിടെ നിങ്ങൾ നിയമം പാസ്സായതായി കണക്കാക്കിക്കോന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ബില്ലിലെ നേരത്തെ സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായ വകുപ്പുകളൊക്കെ നടപ്പിലാവും എന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. മാത്രവുമല്ല, ഈ ഒരു അധികാരം ഗവർണർക്ക് വേണം. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, അതുപോലെ അംബേദ്കർ പറഞ്ഞത്, ഇവിടെ ഭരണഘടന പ്രകാരമാണ് സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ ഒരു കാവൽക്കാരൻ വേണം. കേന്ദ്ര സർക്കാരിന്റെ സബോർഡിനേറ്റ് ആണ് സംസ്ഥാന സർക്കാർ. നെഹ്റു എടുത്തു പറഞ്ഞിട്ടുണ്ട്, സബോർഡിനേറ്റ് ആണ്. അപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ഭരണഘടനാ പ്രകാരമാണോ നോക്കാൻ ഒരു കാവൽക്കാരൻ വേണം. വെറുതെ ഒന്നല്ല ഗവർണറെ വെച്ചത്. വെച്ചത് ഭരണഘടനാ ശില്പികൾ വളരെ കരുതലോട് കൂടിയിട്ടാ. ഇല്ലെങ്കിൽ ഈ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്താലോ. കേശവാനന്ദ ഭാരതി വിധി വരുന്നത് വരെ അങ്ങനെ ആയിരുന്നല്ലോ, എന്തും ചെയ്യാമെന്നായിരുന്നല്ലോ. അങ്ങനെ എന്തും ചെയ്യാമെന്നാക്കാൻ വേണ്ടിയും പല ശ്രമവും നടന്നല്ലോ. അത് ഇല്ലാണ്ടായത് അതോടുകൂടിയാണല്ലോ. അപ്പൊ ഇവര് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് വിരുദ്ധമായി നിയമം കൊണ്ടുവരുന്നു, സുപ്രീം കോടതി വിധിക്ക് എതിരായി നിയമം കൊണ്ടുവരുന്നു. ആ നിയമങ്ങളൊക്കെ തടഞ്ഞു വെക്കാൻ ഒരാൾ വേണ്ടേ? അതൊക്കെ ഭരണഘടനാ ശില്പികൾ നെഹ്റുവും അംബേദ്കറൊക്കെ അത് കൃത്യമായി പ്രസംഗിച്ചിട്ട്, ആ പ്രസംഗം ഇപ്പം അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ കിട്ടും, എന്താണ് ഗവർണർ റോള് എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ വിധി പരിശോധിക്കപ്പെടട്ടെ. അതോടൊപ്പം തമിഴ്നാട്ടിലെ ബില്ലുകൾ, ആ ബില്ലുകളിൽ ഏതൊക്കെ പ്രൊവിഷൻസ് കേന്ദ്ര ആക്ടിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ അതൊക്കെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ അവിടെ കിടക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെ, ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ തമിഴ്നാട് പാസാക്കിയ 10 ബില്ലുകൾ, ഈ വിധിക്ക് തൊട്ടു പിന്നാലെ പാസാക്കിയ 10 ബില്ലുകളും നമുക്കറിയാം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലും ഏറ്റവും അധികം തർക്കമുണ്ടായത് അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയ പ്രേരിതമായുള്ള നിയമനങ്ങൾ, അതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഭരണഘടനയും കോടതിയും ആർക്കാണ് കാവലാളാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ സാധാരണക്കാരെ അഴിമതി കൂടാരത്തിലേക്ക് രാഷ്ട്രീയ പ്രേരിതമായി തള്ളിവിടാതെ, അല്ലെങ്കിൽ ഈ തീരുമാനിക്കുന്ന സർക്കാരുകളൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയമനങ്ങളും അഴിമതിയും ഒക്കെ നടത്തുന്നതിനെതിരെ ഈ രീതിയിലുള്ള ഒരു കാവലാൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ അതിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത തന്നെ കാണിക്കുകയില്ലേ? പല ബില്ലുകളും പാസ്സാകും, പക്ഷേ നിയമമാകാൻ പിന്നീടും കാലതാമസം എടുക്കും, പിന്നീട് അതിൻ്റെ കേസും പോവും, സങ്കീർണത വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഈ വിധിയിലൂടെ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് മാതൃകയിലുള്ള പാർലമെന്ററി സംവിധാനമാണ്. പക്ഷെ നമ്മുടെ ഒരു പാർലമെന്ററി സംവിധാനമാണെങ്കിലും അവിടെ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, അത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിയാണ്, സംസ്ഥാനങ്ങളിലാണ് മുഖ്യമന്ത്രിയാണ്. അവരാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പക്ഷെ അവര് റിയൽ എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോൾ തന്നെയും നമ്മൾ പ്രസിഡന്റ് എന്ന പേരിലും ഗവർണർ എന്ന പേരിലും ഒരു നോമിനൽ എക്സിക്യൂട്ടീവിനെ കൂടി അവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായി. പക്ഷെ അവരെ നിയമിക്കപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗവർണറെ ഇവിടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഗവർണറെ വെച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മുടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാർ, അവർക്കറിയാമായിരുന്നു അവരുടെ പരിമിതികൾ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനയ്ക്കുള്ളിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് EMS തന്നെ, അതിന്റെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും EMS തന്നെ സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി അവർക്ക് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കേണ്ടി വന്നു, കൊണ്ടുവരേണ്ടി വന്നു. നടപ്പാക്കിയല്ല, കൊണ്ടുവരേണ്ടി വന്നു. നിയമസഭ പാസ്സാക്കി. പക്ഷെ എന്ത് ചെയ്തു? അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31 നഗ്ന ലംഘനമാണ്. ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, അന്നും ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. വളരെ വ്യക്തമായി തന്നെ ഗവർണർ അത് എന്ത് ചെയ്തു? അത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു. പ്രസിഡന്റ് അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷനായി പ്രഖ്യാപിച്ചു. അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷനായി പ്രഖ്യാപിച്ചതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും സുപ്രീം കോടതിയിൽ പോയില്ല. കാരണം എന്താ? സംസ്ഥാന ഗവൺമെന്റിന് തന്നെ വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണ്, ആ നിയമം ഭരണഘടനാ ലംഘനമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ബില്ല് MA ബേബി വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ന്യൂനപക്ഷങ്ങളുടെ അല്ലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ അവകാശങ്ങൾ എടുത്തു കളയുന്ന, ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയുന്ന ആ വിദ്യാഭ്യാസ ബില്ല് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത്. ആ ബില്ല് പാസ്സാക്കി പിന്നെ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്തു? വളരെ വ്യക്തമായി തന്നെ ഗവർണർ അന്നേരം തന്നെ അത് വെച്ച് താമസിപ്പിച്ചില്ല, പ്രസിഡന്റിന് വിട്ടു. പ്രസിഡന്റ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജർ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ഗവർണർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ബഹുമാനത്തിന്റെ സുപ്രീം കോടതിയുടെ ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞ വിധിയില് ഭരണഘടനയിലെ ഏത് വകുപ്പുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവർണർ പ്രവർത്തിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു.
കാരണം ഭരണഘടനയുടെ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം. ഇവിടെ പ്രസിഡന്റ് ഒപ്പിട്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. കാരണം പ്രസിഡന്റിലേക്ക് ഈ സംഭവം എങ്ങനെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. കാരണം പ്രസിഡന്റിലേക്ക് ഈ ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് തമിഴ്നാട് പിന്നെ ഗവർണർ അതാണ് ഇവിടെ സുപ്രീം കോടതി പിന്നെ പരാമർശിച്ച കാര്യം. 142 അല്ലെ 142 വകുപ്പ് സുപ്രീം കോടതിക്ക് നൽകുന്ന അധികാരം എന്ന് പറയുന്നത് അല്ലാതെ എന്തിലും ഏതിലും ഇറങ്ങി ഇത് ഭരണഘടനാ വിഷയമാണെങ്കിലും ചുമ്മാ അതിനകത്ത് ഇറങ്ങി അഭിപ്രായം പറയാൻ വേണ്ടിയല്ല. കൃത്യമായി തന്നെ ഇഫ് ദർ ഇസ് എ വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെയാണ് ആർട്ടിക്കിൾ 142 ഇവിടെ കൃത്യമായി പിന്നെ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത്. ഇപ്പൊ നമ്മൾ പരാമർശിച്ച ഒരുപാട് കേസുകളുണ്ട്. ഇത് ഇപ്പൊ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് ആയിക്കോട്ടെ, ബൊമ്മൈ കേസ് ആയിക്കോട്ടെ, അവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ, അവിടെയൊക്കെ അതിനകത്തൊരു വ്യക്തതയില്ലായിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ബൊമ്മൈ കേസിലെ ജഡ്ജ്മെന്റ് തന്നെ വന്ന വകുപ്പ് എന്താ, ഒരു ഗവൺമെന്റിനെ, കാരണം ഭരണഘടനയിൽ വ്യക്തത ഇല്ലാതിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്ത് ചെയ്യണം, ആരെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ തെരഞ്ഞെടുക്കണം. കാരണം ഭരണഘടനയിൽ അതിനു മുൻപ് പറഞ്ഞിരുന്നത് ലീഡർ ഓഫ് ദ മജോറിറ്റി പാർട്ടി ഇൻ ദ ഹൗസ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ ഒന്ന് പ്രധാനമന്ത്രിയായിട്ടോ അല്ലെ മുഖ്യമന്ത്രിയായിട്ടോ പ്രസിഡന്റിനോ ഗവർണറോ ക്ഷണിക്കാം എന്നാ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്ത് ചെയ്യും? അതുപോലെ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യമാണ്, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഉപദേശം കേൾക്കാൻ പ്രസിഡന്റ് ഗവർണറോ ബാധ്യസ്ഥരാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടണമെങ്കിൽ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റ് ചെയ്യണം? അപ്പൊ അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൃത്യമായി തന്നെ ഈ ഭരണഘടന ഈ നമ്മുടെ ബൊമ്മൈ കേസിലെ 9 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വിശാല ബെഞ്ചിലേക്ക്, 9 അംഗങ്ങൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പിന്നെ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണ്, ഇവിടുത്തെ വളരെ പ്രൈമ ഫേസിയ തന്നെ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഞാൻ ആദ്യം മുതൽ വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് പിന്നെ ഇവിടുത്തെ ഒരു സാങ്കേതിക പ്രശ്നം, ഇതിനെ 3 മാസം നിശ്ചയിക്കുവാൻ 2 മാസം നിശ്ചയിക്കുവാൻ ഈ 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ ഇല്ലെന്നുള്ള ഒരു സാങ്കേതിക പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ അടിസ്ഥാന തട്ടിൽ തന്നെ, അതിന്റെ ബേസിക് ലൈനിൽ തന്നെ എന്താണ്, അതിനകത്ത് കൃത്യമായി തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഭരണഘടനാ വിരുദ്ധത. ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, സമയക്കുറവുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ ആർട്ടിക്കിൾ 143 പ്രകാരം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക, അതോടുകൂടി അതിന്റെ ഒരു അന്തിമ വിധി ഉണ്ടാകുകയാണ് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് പ്രസിഡന്റിന് വീട്ടോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ വീട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക അധികാര അവകാശങ്ങൾ വെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഞാനും ആളുമല്ല. കാരണം നാളെ ഇന്ത്യയിലെ ഒരു പ്രസിഡന്റ് വീട്ടോ ചെയ്തൊരു നിയമത്തിന്റെ മുകളിൽ സുപ്രീം കോടതിയിൽ പ്രത്യേക അധികാര അവകാശങ്ങൾ വെച്ചിട്ട് പോയിട്ട് അതും സുപ്രീം കോടതിക്ക് റിവ്യൂ ചെയ്യാൻ അധികാരമുണ്ട് എന്ന് വാദിച്ചാൽ, ഒരു വിശാല ബെഞ്ച് അതിനുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അത് പറയാത്തിടത്തോളം കാലം അത് പറ്റില്ല. ഇവിടെ പ്രസിഡന്റ് വീട്ടോ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അത് വന്ന വഴി തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ 2 അംഗ ബെഞ്ച് എങ്ങനെയാ നിരാകരിക്കുക? 2 അംഗ അതല്ലാണ് പ്രശ്നം. ശരി, സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ജനം സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.